ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ്. വീണ്ടും ഈ പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ദൈവവചനമായിട്ട് അല്പസമയമായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നിന്ന് അതിൻ്റെ 16-ാമത്തെ വാക്യമായ 9-ാമത്തെ കൽപ്പന, നിൻ്റെ കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്, കള്ളം പറയരുത് എന്നുള്ളതിനെപ്പറ്റി ചില കാര്യങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം അതിൻ്റെ 6 പോയിൻറ്റുകൾ നോക്കി. ഇന്ന് നമുക്ക് 7-ാമത് എന്താണ് നമുക്ക് അതിൽ നിന്ന് പഠിക്കുവാൻ സാധിക്കുന്നത് എന്നുള്ളതും നോക്കാം. 7-ാമത്, ടു ബി ഇൻ കമ്മ്യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്, ടെസ്റ്റിഫൈ ആൻഡ് സ്പീക്ക് ഓൺലി ദ ട്രൂത്ത് വിത്ത് ലവ്. നമുക്ക് കർത്താവുമായിട്ട് ഒരു ബന്ധം പുലർത്തണമെന്നുണ്ടെങ്കിൽ നാം സത്യം സ്നേഹത്തിലൂടെ സംസാരിക്കണം, അല്ലെങ്കിൽ അത് നാം ടെസ്റ്റിഫൈ ചെയ്യണം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, സ്നേഹത്തിലൂടെ സത്യം പറയുക. ഒരു ദൈവഭക്തനായിരിക്കുന്ന വ്യക്തി അവൻ നന്നായി അറിയണം എപ്പോഴാണ് അവൻ നിശബ്ദനായിട്ട് ഇരിക്കുന്നത്. ഒരിക്കലും നാം സത്യം പറയുന്നതിന് മുഖാന്തരമായിട്ട് ആരുടെയും ജീവിതത്തിൽ നാം വേദന അടിച്ചേൽപ്പിക്കുന്നവർ ആയിത്തീരരുത്. നാം സത്യം സംസാരിക്കുമ്പോൾ അത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അത് ഒരിക്കലും നാം ചെയ്യരുത്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. കണ്ടോ, അത് നാം ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നത് വ്യർത്ഥമായ കാര്യങ്ങൾ ആണ് എന്നാണ് ദൈവവചനത്തിൽ നാം കാണുന്നത്. അതുപോലെ തന്നെ സങ്കീർത്തനം 39:1 നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഇത് നമ്മുടെയും ജീവിതത്തിൽ വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥ, നാം നമ്മുടെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം. ദുഷ്ടന്മാരുടെ മുമ്പിൽ വെച്ച് ദൈവനാമം അപമാനപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ വായിൽ നിന്ന് ഒന്നും വരാതെ ഇരിപ്പാൻ നാം സൂക്ഷിക്കണം. ഇതൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ 141-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ പറയുന്നത്: യഹോവേ, എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. ഇത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. സങ്കീർത്തനക്കാരനോടൊപ്പം ചേർന്ന് നാമും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ സദൃശ്യവാക്യം 13-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്: വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, അധരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും. നോക്കുക, ഇതും നാം വളരെ സൂക്ഷ്മതയോടുകൂടെ കാത്തു സൂക്ഷിക്കണം. നാം സത്യം പറയുന്നതിലൂടെ മറ്റുള്ളവർക്ക് ഒരു ദോഷം വരുന്നുവെങ്കിൽ നാം അവിടെ സൈലൻ്റ് ആയിരിക്കുന്നതായിരിക്കും നല്ലത്.
എ ഗോഡ്ലി പേഴ്സൺ സ്പീക്സ് വേർഡ്സ് ഓഫ് പ്രൈസ് ആൻഡ് ഹീലിംഗ്. ഒരു ദൈവഭക്തനായിരിക്കുന്ന മനുഷ്യൻ്റെ വായിൽ നിന്ന് എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അതുപോലെ തന്നെ മറ്റുള്ളവരെ അവരുടെ സൗഖ്യത്തിനു വേണ്ടി ആയിരിക്കണം നാം സംസാരിക്കേണ്ടത്. സദൃശവാക്യം 18-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ശലോമോൻ പറയുന്നത്, മരണവും ജീവനും നമ്മുടെ നാവിൻ്റെ ശക്തിയാണ്. അപ്പോൾ ഒരു നാവിൽ കൊണ്ട് നമുക്ക് മരണവും വരുത്താം, അതുപോലെ തന്നെ ജീവനും വരുത്താം. സദൃശവാക്യം 15-4 നാം വായിക്കുന്നത്, നാവിൻ്റെ ശാന്തത ജീവവൃക്ഷം, അതിൻ്റെ വക്രതയോ മനോവ്യസനം. അതുകൊണ്ട് നാവിനെ നാം ശാന്തമായി നിർത്തി അത് ഒരു ജീവവൃക്ഷം പോലെ ആക്കണം. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ സദൃശവാക്യം 2-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, ഒരു പരസ്ത്രീയുടെ വാക്കുകൾ മരണത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് നാം അവിടെ വായിക്കുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിനും വളരുവാൻ ഇടയാകും. സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. സ്നേഹത്തോടെ ആയിരിക്കണം നമ്മുടെ സത്യം സംസാരിക്കുന്നത്. അല്ലാതെ മറ്റൊരാളെ മുറിവേൽപ്പിക്കത്തക്ക രീതിയിൽ, അസഹ്യപ്പെടുത്തുന്ന രീതിയിൽ സത്യം സംസാരിച്ച് നാം അതിനെ ഇല്ലാതാക്കുന്നവർ ആയിത്തീരരുത്. അതുപോലെ തന്നെ അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ആകാത്ത വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടാതെ നാം സൂക്ഷിക്കണം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഗലാത്യ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം കാണുന്നത്, സഹോദരന്മാരെ, ഒരു മനുഷ്യനും വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുകയും നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. നാം ആ രീതിയിൽ ചെയ്യുന്നവരായിരിക്കണം. എപ്പോഴും ഒരു ആത്മീയനായിരിക്കുന്ന മനുഷ്യൻ, ഒരു ദൈവഭക്തനായിരിക്കുന്ന മനുഷ്യൻ്റെ വായിൽ നിന്ന് അനുഗ്രഹങ്ങൾ മാത്രമായിരിക്കണം വരേണ്ടത്. നമുക്കറിയാം, അഹരോൻ തൻ്റെ അന്ത്യസമയത്ത് പ്രാർത്ഥിച്ച് ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇസ്ഹാക്ക് യാക്കോബിനെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു അവസാന സമയം. അപ്പോസ്തലനായ പൗലോസ് അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ് എപ്പോഴും അവസാനമായി പറയുന്നത്. നാമും ദൈവത്തിൻ്റെ യാചകന്മാരായിട്ട് നമ്മെ ആക്കിയിരിക്കുകയാണ്. നാമും അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരണം. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ, ഒരിക്കലും അവരെ ജ്വലിപ്പിക്കുന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, മാവിൽ നിന്ന് വരാതെ കാത്തു സൂക്ഷിപ്പാൻ തക്കവണ്ണം ഈ വചനം മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ആത്മമിത്രം